നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ നിയമൊക്കെ അങ്കിളില്ലേ? വന്ദനമ്മയ്ക്ക് ഒന്നും വരാതെ അങ്കിള് നോക്കിക്കോളാം, പോരെ? അത് മതി. മോൾക്ക് അങ്കിള് ഹീറോ ആണെങ്കിൽ ഹീറോ ആയിട്ട് തന്നെ കണ്ടാ മതി. മനോജ്, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. ഒന്ന് സൂപ്പർ മാർക്കറ്റ് വരെ പോണം. ഫേസ് ക്രീമും ലിപ്സ്റ്റിക്കും ഒക്കെ തീർന്നു. നീ എന്തോന്നും മിണ്ടാത്ത? ക്യാഷൊക്കെ ഞാൻ തരാം. ഇതാര്? ദീകുട്ടിയോ? ഇങ്ങടുത്തു വാ. സാധാരണ സുന്ദരിക്കുട്ടി ഇങ്ങോട്ട് കേറി വരാത്താണല്ലോ. ഇന്നെന്ത് പറ്റി? ഇതെന്താ മിഠായിയോ? എന്റെ ചക്കരക്കുട്ടിയുടെ ബർത്ത്ഡേ ആണോ? അല്ല. പിന്നെന്തു പറ്റി? എന്തിനാ ഈ മിഠായി? ഇത് വന്ദനമ്മനെ പോലീസിൽ നിന്ന് രക്ഷിച്ചേനാ. അതിന് സഹായിച്ചത് ഞാനല്ലല്ലോ, എന്റെ ചേട്ടൻ ജഗനല്ലേ. അത് തീയമ്മക്കറിയാം. വന്ദനമ്മയെ പോലീസ് പിടിച്ചപ്പോ ജഗനങ്ങളോട് വിളിച്ചു പറഞ്ഞത് ഹരിതാന്റെ അല്ലേ? അതിനായി മിഠായി. ആന്റി വിളിച്ചു പറഞ്ഞു, അത് ഓക്കെ. പക്ഷെ രക്ഷിച്ചത് ജഗനങ്ങളാ. അപ്പൊ മോള് ജഗനങ്ങളോട് വേണം നന്ദി പറയാൻ. ശരിയാ ആന്റി. പക്ഷെ അമ്മയുടെ ഫോണിൽ വിളിക്കാൻ പറ്റുന്നില്ല. ഓ, അതാണോ കാര്യം? അതിനെന്താ, അങ്കിളിനെ ആന്റി വിളിച്ചു തരാം. വിളിക്ക്. ഇപ്പൊ വിളിക്കാവേ. ഹരിതയാണല്ലോ. ഹരിതേ. ഏട്ടാ, ഒരാൾക്ക് ഏട്ടനോട് സംസാരിക്കണമെന്ന്. കൊടുക്കട്ടെ? അതിനെന്താ, കൊടുക്ക്. സംസാരിക്ക. അങ്കിളെ. ഇതാര്? ദിയക്കുട്ടിയോ? എന്താ മോളെ, സുഖാണോ? താങ്ക്സ് അങ്കിളെ. താങ്ക്സോ? അതെന്തിന്? വന്ദനമ്മനെ രക്ഷിച്ചേന്. ഓ ശരി, വരവ് വെച്ചിരിക്കുന്നു ഞാൻ, പോരെ? വന്ദനമ്മയെ പോലീസ് പിടിച്ച തീമോൾക്ക് ആരും ഇല്ലാതെയാവും. തീമോൾക്ക് വന്ദനമ്മ മാത്രമേ ഉള്ളൂ അങ്കിളെ. അങ്ങനൊന്നും പറയില്ല ചക്കരെ. എന്റെ നിയമൊക്കെ അങ്കിളില്ലേ? വന്ദനമ്മയ്ക്ക് ഒന്നും വരാതെ അങ്കിള് നോക്കിക്കോളാം, പോരെ? അത് മതി. മതി 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 മതി. ഇനി സംസാരിച്ചാലേ തൊണ്ട ചീത്തയാവും. അങ്കിൾ ഇവിടെ വരുമ്പോ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ഏട്ടാ, ഏട്ടനൊരു മിഠായിയൊക്കെ ആള് തന്നിട്ടുണ്ട്. വലിയ സന്തോഷത്തിലാ ഇവിടെ എല്ലാരും. വന്ദനേച്ചി രക്ഷപ്പെടുത്തിയതിന് എന്റെ വക ഒരു താങ്ക്സ് ഇരിക്കട്ടെ. ഓ ശരി, അതും വരവ് വെച്ചിട്ടുണ്ട്, പോരെ? നീ ഫോൺ വെച്ചോ. ചക്കരക്കുട്ടി. Congratulations, Ania.
കഥയിലെ നായകനായ ഇങ്ങനെ വേണം. നായിക ആപത്തിപ്പെടുമ്പോ നായകൻ പോയി രക്ഷിച്ചിരിക്കണം. ആ, ഏത് പ്രതിസന്ധിയിലും നായകൻ നായികയ്ക്കൊപ്പം കട്ടയ്ക്ക് നിൽക്കണം. ആ. നീയാണ് അനിയ വീരകാമുകൻ. ഞാൻ വന്ദനയ്ക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് അറിയൂ ഏട്ടത്തിക്ക്. എന്ത് ചെയ്യുമ്പോഴും എന്നെ വല്ലാതെ തെറ്റിദ്ധരിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തിട്ടുള്ളവളാ വന്ദന. ഈ സംഭവമെങ്കിലും അവളുടെ കണ്ണു തുറപ്പിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. വിശ്വാസം രക്ഷിക്കൂ അനിയ. ഹരിതയുടെ നാവ് കൊണ്ട് വന്ദനയുടെ തെറ്റിദ്ധാരണ തീർക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമായത്. സ്വന്തം പ്രവൃത്തി കൊണ്ട് തന്നെ അവളുടെ തെറ്റിദ്ധാരണയൊക്കെ മാറ്റാൻ കഴിഞ്ഞില്ലേ? ക്ഷമയോടെ കാത്തിരിക്കണം. ജഗനെ കുറിച്ചുള്ള അവളുടെ സങ്കല്പങ്ങൾ മാറ്റാൻ ദൈവം ഒരു വഴി തുറന്നു തരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതെത്ര സത്യമായി. അവള് കൊടുക്കാൻ നോക്കിയത് ആരാണെന്ന് അറിഞ്ഞ കൊള്ളാം. എന്റെ ബുദ്ധി ശരിക്കും പ്രവർത്തിച്ചപ്പോഴാണ് മോഷണക്കുറ്റം കെട്ടിച്ചമച്ചാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞത്. ഞാനത് ചെയ്തില്ലായിരുന്നെങ്കിൽ വന്ദന ഇപ്പൊ ജയിലിലായനെ. അത്രയും വലിയ ഉപകാരം ചെയ്ത ജഗനെ അവൾ ഹൃദയം തുറന്ന് സ്നേഹിച്ചിരിക്കും. പ്രണയിച്ച പെണ്ണിനെ സ്വന്തമാക്കുന്നത് വരെ ജഗൻ തളരാനോ വിശ്രമിക്കാനോ പാടില്ല. പക്ഷേ എന്താണ് അനിയ ഒരു പക്ഷേ? അച്ഛൻ ഈ ബന്ധത്തിന് സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ഓ പിന്നെ ഒരച്ഛൻ. ജഗന്റെ ബുദ്ധിശക്തിക്കും സ്വാധീനത്തിനു മുന്നിൽ കുറുപ്പ് വെറും നിസ്സാരനാണെന്ന കാര്യം ഈ സംഭവത്തോടെ എല്ലാവർക്കും ബോധ്യപ്പെടാൻ പോവുകയാ. വിദ്യയാ പറയുന്നത്. കുറുപ്പമ്മാവനും ഈ ബന്ധത്തിന് സമ്മതം മൂളിയിരിക്കും. ഇനി വന്ദനയെ കൂടുതൽ ആകർഷിക്കാനുള്ള വഴികൾ നോക്കനിയ. നിന്റെ ചേച്ചി വന്ദനയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.